ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചൂരക്കറിയാണ്. ചൂരക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുളകിട്ട കറിയാണ്. തേങ്ങയൊന്നും ചേർത്തില്ല, തേങ്ങയൊന്നും ചേർത്താതെ മുളകിട്ട കറിയാണ്. അടിപൊളി കറിയായിരിക്കും. നമുക്കൊരു 2 ദിവസമൊക്കെ എടുത്ത് വെച്ച് കഴിക്കേണ്ട കറിയാണ് ചൂരക്കറി പറയണത്. അത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ആ കറി വെക്കുന്നത്. ആ കറിക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ നമുക്ക്. ഫസ്റ്റ് ഞാൻ ഈ ചൂര ഞാനിപ്പോൾ ഒരു ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തലയും എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു 1.5 കിലോ വെച്ചിട്ടാണ് ഞാൻ ഈ ചൂര മേടിച്ചത്. അവിടെ നിന്ന് ഞാൻ പീസാക്കി മേടിച്ച് നല്ല വൃത്തിയായി കഴുകി വെച്ച ചൂരയാണത്. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി, സബോള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കൊടംപുളി, സാദാ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കറുകപ്പല. ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കൊടംപുളി ഒന്ന് വെള്ളത്തിൽ ആദ്യം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ആ വെള്ളം മാത്രമേ നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പുളി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് മൺചട്ടി തിളപ്പിച്ചാലും വേറെ ഏത് ചട്ടിയിലാണെങ്കിലും തിളപ്പിക്കാം. പക്ഷെ ഞാൻ ഇതിലാണ് തിളപ്പിക്കാൻ വെക്കാൻ നോക്കിക്കോളൂ. അപ്പോൾ ഇതിൽ ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. നമുക്കപ്പോൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്താൽ അപ്പോൾ നമ്മുടെ വെള്ളം എന്താ നല്ലപോലെ തിളക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിടാം. ഈ മൺചട്ടി ആയതുകൊണ്ട് വെള്ളം ഇതിൽ തിളച്ചുകൊണ്ടേയിരിക്കും. എന്താണ്, കുറച്ച് നേരം തിളയ്ക്കുക. അപ്പോൾ നമുക്ക് അത്ര തിളച്ചത് മതി. ഗ്യാസ് ഓഫാക്കിയിട്ട് പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി നിങ്ങളുടെ വീട്ടിൽ പുളി അനുസരിച്ചിട്ട് ഇടണം. ഞാനിപ്പോൾ ഇതിൽ ഒരു 2, 3, 4 പീസ് വലിയ പീസ് നോക്കി ഇടുന്നുണ്ട്. പുളിപ്പ് അനുസരിച്ചിട്ട് ഞാൻ ഒരു തക്കാളിയും കൂടെ ചേർത്തുണ്ട്. 4 പീസ് പുളി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് പുളി എങ്ങനെയാണ് വീട്ടിൽ, ചിലവർക്ക് പുളിപ്പ് വേണ്ടി വരും, ചിലവർക്ക് പുളി അധികം വേണ്ടി വരില്ല. ഇപ്പോൾ ഇവിടുത്തെ പുളിക്ക് ഞാനിപ്പോൾ ഒരു 4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പുളിപ്പൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട്. പിന്നെ പുളിയുള്ള ഒരു തക്കാളി പോലും ഞാൻ ഇതിൽ ചേർത്തുണ്ട്. അത് കാരണം പുളി അതിനനുസരിച്ചിട്ടേ ഞാൻ ചേർത്തുന്നുള്ളൂ. അപ്പോൾ ഞാൻ 4 പീസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. കുടംപുളി ഒന്ന് തിളച്ച് റെഡിയായി, അത് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കടുക് തളിച്ച് ഇതിനെയൊക്കെ ഒന്ന് വതക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ കറി 2 ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൺചട്ടി വെച്ച് കൊടുക്കണം. നോക്കിക്കോളൂ, മൺചട്ടിയിൽ വെച്ചാൽ എന്താ ടേസ്റ്റ് പറഞ്ഞാൽ 2 ദിവസം നമ്മൾക്ക് ഇതിലേക്ക് ഒന്നും നോക്കണ്ട. മൂടി വെച്ച് കഴിഞ്ഞ് സൈഡിൽ നിന്ന് ഈ കറി എടുത്തു കഴിഞ്ഞ് കഴിക്കാം. അതേപോലെ അങ്ങോട്ട് മൂടി വെച്ചാൽ മതി. കറി ചൂടാക്കണമെന്ന് നിർബന്ധമേ ഇല്ല. അപ്പോൾ അതാണ് ഞാൻ മൺചട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വയ്ക്കാം. ഇപ്പോൾ ചട്ടി ഇത്തിരി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയാകുമ്പോൾ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് എടുത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂണ് ഞാൻ ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇതിട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വലിയ ഉള്ളി 2 എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 2 ഉള്ളി ഒന്ന് നല്ല മൂത്ത് വരണം. അപ്പം നല്ലോണം ഒന്ന് മൂക്കട്ടെ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഉള്ളി ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ഇതിലിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കും. ഒരു 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം ഇഞ്ചി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പതിയെ പറഞ്ഞുതരാം. പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ നല്ല മണം വന്നു തുടങ്ങി. പച്ചമണമൊക്കെ പോയി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി, അതായത് പുളിയുള്ള തക്കാളി. ഞാൻ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇടുന്നവർക്ക് ഇടാം, അല്ലാത്തവർക്ക് വേണ്ട. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ല പേസ്റ്റായി വരട്ടെ. അപ്പം നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം ഒന്ന് പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇടുന്നത് മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. കാശ്മീർ മുളക് പൊടി കളറിനാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇത് എരിവുണ്ടാവില്ല, കളറിനാണ്. മല്ലിപ്പൊടി
ഇടണമെങ്കിൽ ഇടാ, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോണം, അതുവരയ്ക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഈ കറിയിലും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. വേണച്ച ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. മല്ലിപ്പൊടി ഇടുമ്പോൾ എന്താണ് നമുക്ക് തിക്കൻസും കിട്ടും, നല്ല ടേസ്റ്റിയും ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നത്. ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് മാറ്റിക്കോളും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിൻ്റെ എല്ലാം മണമൊക്കെ ഒന്ന് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ കുടംപുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ, അത് ഇതിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളും. ഇത് നല്ല പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇനി വെള്ളം ഇതിൽ നമ്മൾ ഇനി ചേർത്തില്ല, ഇത്ര വെള്ളം മതി. ഉപ്പിട്ട് കൊടുക്കുക. 2 ടീസ്പൂണും കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ടിട്ടോളൂ. അതേപോലെ തന്നെ പുളിയും. ഇതിൽ ഇനി ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല, ഇതിലൂടെ തന്നെയാണ് നമ്മൾ മീനെല്ലാം ഇടുന്നത്. അതിനാണ് ഞാൻ തിളപ്പിക്കുന്നതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളക്കട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കറി വെള്ളം തിളച്ചത് നോക്കട്ടെ കേട്ടോ. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൽ മീൻ ഓരോരോ പീസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തലയും വാലും എല്ലാം എടുത്തിട്ടുണ്ട്. ഓരോ കഷ്ണമായിട്ട് ഇറക്കി കൊടുക്കണം. ഇതുകൊണ്ടില്ലേ, വാലെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു മീൻ അങ്ങനെ എടുത്തതാണ്. എല്ലാം ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പം എല്ലാ കഷ്ണങ്ങളും ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് നന്നായി തിളക്കട്ടെ. അപ്പം നമുക്ക് മൂടി വെച്ചാലോ. നമ്മുടെ കറി എന്തായി നോക്കുക. അടിപൊളി കറിയായി. നമുക്കിനി ഇതിൽ വേണ്ടത് ഇഞ്ചി ഞാൻ ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ, അത് ഇതിലിട്ട് കൊടുക്കാം. നല്ല ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 തണ്ട് കറുവേപ്പില ഊരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഒന്ന് ഓഫാക്കിയിടാം. ഇപ്പോൾ ഈ പച്ച ഇഞ്ചിൻ്റെ മണം നമുക്കിങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും കഴിക്കാൻ. അതിനാണ് ഞാൻ ലാസ്റ്റ് ഇത്തിരി പച്ച ഇഞ്ചി വെച്ചത്. അപ്പോൾ നമുക്കിനി ഇത് കറി ടേസ്റ്റ് ചെയ്യാം. ബാബു, നമ്മുടെ ചൂരക്കറി മുളകിട്ട് വെച്ചത് സൂപ്പറായി വെച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടംപുളിയിട്ട് ചൂരക്കറി പറഞ്ഞാൽ പിന്നെ ആർക്കാ വായിൽ വെള്ളം വരാത്തത്? ലോകത്തെല്ലാവരും വെള്ളം വരും. അത്രയ്ക്ക് അടിപൊളി ഫിഷാണ് ചൂര. അപ്പൊ നമുക്കെന്തായാലും പുഷ്പമ്മന്റെ സ്പെഷ്യൽ ചൂര മറ്റേ കൊടംപുളിയിട്ട് വെച്ചതിനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് നോക്കുക. ചോറിന് തുട്ടിത്തിങ്ങനെ കിട്ടിക്കാച്ചായിട്ട് നിൽക്കുകയാണ്. നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഗ്രേവിയോടെ ഇങ്ങനെ എടുത്തിട്ട് ചോറിൽ ഇങ്ങനെ ഇടുക. ഇത് വേണം കുറച്ചും കൂടി ഒന്ന് ഗ്രേവിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേൽക്കൂടെ ഒഴിക്കുക. എന്നിട്ട് അപ്പൊ തന്നെ വായിൽ വെള്ളം വരും. നല്ല ചോറ്, ഒത്തിരി ചോറ് ഇങ്ങനെ 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 ആക്കിയിട്ട് നല്ല ചോരതാ. ഇതാണ് ചൂരൻ്റെ മീനിങ്ങനെ വെന്ത് തൊട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. നല്ല അടിപൊളി വേവായിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് ചോറിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിക്കാതെ പുഷ്പമാ. ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളി എരിവൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഓളപ്പൻ സൂപ്പർ. ആ കിടുക്കി കാലക്കി തീമർത്തു. കൊടംപുളിയിട്ട് മീൻ കറി ഇതാണ് കറി, ചൂരക്കറി. സൂപ്പർ ആണ്, സൂപ്പർ. എങ്ങനെയുണ്ട് ഇത്? നമ്മൾക്ക് കറി എത്ര ദിവസം എടുത്തു വെക്കാൻ പറ്റും? എത്ര ദിവസം വേണമെങ്കിലും എടുത്തു വെച്ചോളൂ. ഞാൻ 2 വൈകി കഴിക്കട്ടെ. നല്ല വിശപ്പ്. അടിപൊളി ഒന്നും അടിപൊളി ഇടാം. ചോറിനോട് കഴിക്കാൻ സൂപ്പർ ആയിട്ട്. അപ്പം 2 വാക്ക് പറ. എന്താ വെച്ചാ ഈ ഇങ്ങനെ നമ്മൾക്ക് കൊടംപുളിയിട്ട് വെച്ചാൽ 2 ദിവസമൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൺചട്ടിയും ഈ കറി ഇങ്ങനെ കാണിച്ചു തന്നത്. നമുക്ക് 2 ദിവസം എടുത്തു വെക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണവർക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇതിലെ മസാല കൂട്ടില്ലേ, ഇഞ്ചിയൊക്കെ ഇട്ടതിന്റെയും ആ ഒരു നല്ലൊരു വൈബ്. ലാസ്റ്റ് ഇഞ്ചി ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മീൻ കഴിക്കുമ്പോ പെട്ടെന്ന് ഇഞ്ചിന്റെ മണം. അതാണ് ഈ മീനിന്റെ ഒരു പച്ചമണം, ഒരു ചെറിയൊരു മണം പോലും ഒന്നുമില്ല അതില്. കറക്റ്റ് അടിപൊളി ടേസ്റ്റ്, വെന്ത ടേസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ മീൻകറിയിൽ ഒരു പച്ചമണം വരില്ലേ, ആ ഇഞ്ചി അതിനാണ് ലാസ്റ്റ്. ആ ക്ലൈമാക്സിൽ ഒരു പച്ച ഇഞ്ചി അങ്ങോട്ട് വെതറിയപ്പോ അടിപൊളിയായിട്ട് നല്ല കിടുക്കാച്ച സംഭവമായിട്ട്. പുഷ്പമ്മ പറഞ്ഞ പോലെ ഈ റെസിപ്പിയിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത അടിപൊളി ടേസ്റ്റുള്ള കിടുക്കാച്ചി ചൂരക്കറി കിട്ടും, ചൂര മുളകിലിട്ടത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. പുഷ്പമ്മയ്ക്കും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും. സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇനി നല്ല ഫുൾ സപ്പോർട്ട് വേണം, എന്നാലാണ് കിടുക്കാച്ചി വീഡിയോകൾ പുഷ്പമ്മ ഉണ്ടാക്കിയിട്ട് ഇടുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ
ബൈ.